പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ക്രൂരന്മാർ പിടിയിൽ. പത്തനംതിട്ട പീഡനക്കേസിൽ 13 പേർ കൂടി കസ്റ്റഡിയിൽ. എഫ്ഐആറുകളുടെ എണ്ണം 9ആയി. കൂടുതൽ പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അതിനിടെ പത്തനംതിട്ട പീഡനക്കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ദേശീയ വനിതാ കമ്മീഷനെ അറിയിക്കണം. സുതാര്യമായ അന്വേഷണം ഉറപ്പാക്കി എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു. ശശിനാരായണൻ, വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം സമീപകാലത്തൊന്നും കേൾക്കാത്ത തരത്തിലുള്ള ഒരു സംഭവമായി ഇത് മാറുകയാണ്. പെൺകുട്ടിയുടെ മൊഴി, അത് നൽകുന്ന സൂചനകൾ, അന്വേഷണ സംഘത്തിനുമുള്ള വെല്ലുവിളി, പ്രതികളിൽ പലരും വിദേശത്താണ് എന്നതൊക്കെ വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇതിനിടയിലാണ് 13 പേർ കൂടി വീണ്ടും പിടിയിലാവുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം? നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ കൂടുതൽ ക്രോഡീകരണം, കോർഡിനേഷൻ ഈ അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടാവുന്നുണ്ട്. സജിത്തെ, പത്തനംതിട്ടയിലെ പീഡന കേസുമായി ബന്ധപ്പെട്ട് 20 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. 13 പേർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യലും ഒക്കെ പോലീസ് നടത്തുകയാണ്. എന്തായാലും കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലാണ് 3 പേരെ പമ്പയിൽ നിന്നും പോലീസ് കസ്റ്റഡിയെടുത്തത്. അതിനുശേഷം 9 പേരെ കൂടി പിന്നീട് കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വിപുലമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തുന്നു. ഈ കേസിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. സാധാരണ 13 വയസ്സ് മുതൽ 18 വയസ്സിനകം വെച്ചാണ് 5 വർഷത്തിനിടയിലാണ് പെൺകുട്ടി പീഡനത്തിനിരയാവുന്നത്. പീഡനത്തിനിരയായ വിവരങ്ങളൊക്കെ കുട്ടി അവരുടെ പേരുകൾ, ഈ പ്രതികളുടെ പേരുകൾ ഡയറിയിൽ എഴുതി വെക്കുകയും ഒപ്പം അച്ഛന്റെ ഫോണിൽ സേവ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പോലീസിനെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട കാര്യം. 5 സ്റ്റേഷനുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിശദമായ ഒരു അന്വേഷണം, ശാസ്ത്രീയ പരിശോധന അടക്കം പോലീസ് നടത്തുകയാണ്. എന്തായാലും ഓരോ ഘട്ടവും ഇപ്പോൾ പല സമയങ്ങളായി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്കും ഈ പ്രതികളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. കാരണം കസ്റ്റഡിയെടുക്കുന്ന സംശയമുള്ള ആളുകൾ, അതുപോലെ തന്നെ പെൺകുട്ടി പേര് പറഞ്ഞിട്ടുള്ളവർ, പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകളെയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയും വിശദമായ പരിശോധന നടത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അറസ്റ്റിലേക്ക് നീങ്ങുക. അത്തരത്തിൽ ഇപ്പോൾ 20 പേരുടെ അറസ്റ്റാണ് നടന്നിട്ടുള്ളത്. ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളും പ്രതികളാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. മൈനറായ +2 വിദ്യാർത്ഥി അടക്കമുള്ള ആളുകൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരം. അതായത് 13 വയസ്സ് മുതലുള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ചിലർ 30 വയസ്സുള്ളവരുണ്ട്, 21 വയസ്സുള്ളവരുണ്ട്, പല ഏജിലുള്ള ആളുകൾ ഈ പ്രതികളായിട്ടുണ്ട്. ആ 13 വയസ്സും 18 വയസ്സിനിടയിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകളുടെ പ്രായം, ഏജ് എല്ലാം നമുക്കറിയാം, അതെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ മൈനറായ ആളുകൾ കൂടി ഇതിനകത്തുണ്ട്, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുക. അത്തരം മെഡിക്കൽ പരിശോധന അടക്കമുള്ള ആളുകൾക്ക് പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലുമാണ്. അതേസമയം ജില്ലയ്ക്ക് വെളിയിൽ ഉള്ള അന്വേഷണത്തെ കൂടി പോലീസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സംസ്ഥാനം വിട്ടുപോയ ആളുകളുമുണ്ട്. ഈ 13 വയസ്സുള്ള പ്രായത്തെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ സംസ്ഥാനം വിട്ട് വിദേശത്ത് പോയ ആളുകൾ കൂടിയുണ്ട്. അവരെ കൂടി എത്തിക്കുന്നുള്ള നടപടിയിലേക്ക് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം നവവരൻ അടക്കമാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കല്യാണം നിശ്ചയം കഴിഞ്ഞ നവവരൻ അടക്കം ഇന്നലത്തെ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. അതുകൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഈ കുട്ടിയെ പീഡിപ്പിച്ച സാഹചര്യം ഉണ്ടായി. നമ്മളിതൊക്കെ പറയുമ്പോൾ തന്നെ ഈ പെൺകുട്ടി വളരെ ക്രൂരമായൊരു പീഡനത്തിലാണ് ഇരയായതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂട്ട ബലാത്സംഗമാണ് 5 പേർ, ആദ്യം അറസ്റ്റിലായ 5 പേർ ഈ പെൺകുട്ടിയെ നടത്തിയത്. അത്തരത്തിൽ ആദ്യത്തെ ഈ പെൺകുട്ടിയുമായി പരിചയത്തിലായ സുബിൻ എന്ന് പറഞ്ഞ ഒരു യുവാവുമായി പരിചയത്തിലാകുന്നു. ആ സൗഹൃദമായിരുന്നു. ആ സുഹൃത്താണ് ആദ്യം ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. ആ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ കാണിച്ചു കൊടുക്കുകയും ഒപ്പം അവരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും ഈ കുട്ടിയെ പീഡനത്തിലേക്കുന്നു. അങ്ങനെ ഒരു ചങ്ങല പോലെ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ പെൺകുട്ടി പീഡനത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം മാനസിക സംഘർഷത്തിലാണ് ഈ പെൺകുട്ടി, ഈ കായിക താരമായി പെൺകുട്ടി ജീവിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു സന്ദർഭത്തിൽ ഈ സന്നദ്ധ സംഘടനയോട് തനിക്ക് ചില തുറന്നു പറയാനുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ വിഷയം
പുറത്തു വരികയും അത് അറിഞ്ഞതിന് ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് അറിയിക്കുകയും എസ്.പിയുടെ തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് കേസ് വളരെ വിപുലമായ സഡൻ ആക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് കടക്കുന്നു. അങ്ങനെ ഈ ആദ്യഘട്ടം തന്നെ ഈ 5 പ്രതികളെ കസ്റ്റഡിയെടുക്കുന്നു. അത് 20 മാറുന്നു. അങ്ങനെ അറസ്റ്റിലേക്ക് 20 പേര് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നവവരൻ അടക്കമുള്ള ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. പല ആളുകളും പല വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നതാണ്. അത്തരം ആളുകളുടെ കുടുംബങ്ങൾ കൂടി സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. കാരണം അവരുടെ ബന്ധുക്കൾ, അവരുടെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ ഈ പ്രതികളുടെ ആളുകളിൽ നിന്നും ഇവിടെ വരുന്നുണ്ട്. അതിനൊരു വൈകാര്യമായ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് ഈ പെൺകുട്ടി സൂചിപ്പിക്കുന്ന പെൺകുട്ടി പീഡനത്തിലായ കാര്യങ്ങൾ വെച്ച് വ്യക്തമായ തെളിവുകൾ ഈ പെൺകുട്ടി പറഞ്ഞ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷം മാത്രമാണ് പോലീസ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത്. കസ്റ്റഡികൾക്ക് ചില ആളുകളെ സംശയത്തിന്റെ പേരിൽ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തത്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്ന കൃത്യമാണ് ഈ ആൾ തന്നെയാണെന്നുള്ള വ്യക്തത വന്നതിന് ശേഷമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. ശശിനാരായണൻ, ഒരു കാര്യം, ഇത് പോലീസിനെ സംബന്ധിച്ചൊരു വലിയ ദൗത്യമാണ്. അപ്പോൾ ആ ഒരു ആർജവം ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേക അന്വേഷണ സംഘം വേഗത്തിൽ ഉണ്ടായിട്ടുണ്ട്, ബാക്കി നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം പ്രത്യേക പരിഗണന നൽകി ഈ കേസ് അന്വേഷിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം സമീപകാലത്ത് ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് മുന്നിൽ, ഇങ്ങനെ ഒരു കേസ് നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടില്ല. സജിത്തെ, പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് വളരെ വേഗം തന്നെ ഈ അന്വേഷണം നടപടിയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം പെൺകുട്ടിയുടെ മൊഴി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലഭിച്ചപ്പോൾ അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ അന്വേഷണ നടപടിയിലേക്ക് പോലീസ് കടന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അങ്ങനെ പോലീസ് നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗത്താണ് പ്രതികളെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ എന്നുള്ള നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. 5 പ്രതികൾ അല്ലെങ്കിൽ വിദേശ കടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ശശിനാരായണൻ, ഒന്ന് തുടരണം.